ഇബ്രാഹിം സാഹിബിൻ്റെ വിയോഗം അങ്ങേയറ്റത്തെ വേദനയോടെയാണ് നമ്മളൊക്കെ കേട്ടത്. സത്യത്തിൽ അദ്ദേഹം ഹൃദയങ്ങളിലേക്ക് സ്നേഹപ്പാലം പണിത ഒരു നേതാവായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ചിരിക്കുന്ന മുഖമായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാളും ഉപരി അദ്ദേഹം രാഷ്ട്രീയ നേതാവ്, ഭരണാധികാരി ഒക്കെ ആയിരുന്നു. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഒരു മനുഷ്യസ്നേഹിയായിരുന്നു ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു വലിയ ഇച്ഛാശക്തി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം കളമശ്ശേരിയിൽ നിന്നും മട്ടാഞ്ചേരിയിൽ നിന്നും 4 തവണ മത്സരിച്ച് അദ്ദേഹം MLA ആയി. അദ്ദേഹം UDF-ലെ ഐക്യജനാധിപത്യത്തിൻ്റെ മന്ത്രിയുമായി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് വളരെ കനപ്പെട്ട സേവനങ്ങൾ അദ്ദേഹം നൽകുകയുണ്ടായി. അതെല്ലാവർക്കും ബോധ്യമുള്ള സംഗതിയാണ്. പിന്നെ വ്യവസായ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത്, സാമൂഹ്യക്ഷേമ വകുപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കുമ്പോൾ അവിടെയൊക്കെ പല ഗ്രാമങ്ങളിൽ പോകുമ്പോൾ, ഏതെങ്കിലും ഭാഗങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഒന്ന് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ UDF-ന് പിന്നെ ഒരു മേധാശക്തിയുള്ള ഭാഗം, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ പോയാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. അവർ പറയുന്നത് ഇബ്രാഹിം സാഹിബ് ഉണ്ടാക്കി തന്ന പാലമാണ്, ഇബ്രാഹിം സാഹിബിന്റെ കാലത്തുണ്ടാക്കിയ റോഡാണ് എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ രാഷ്ട്രീയ എതിരാളി ഇതൊന്നും നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും പിന്നെ നടപ്പാക്കിയതിൽ അതിന് അദ്ദേഹം ഏറ്റവും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യ ഹൃദയങ്ങളിലേക്കാണ് അദ്ദേഹം എപ്പോഴും ചേക്കേറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മറക്കുവാൻ നമുക്ക് സാധ്യമല്ല. പിന്നെ എറണാകുളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ എറണാകുളത്തിന്റെ ഒരു മതേതര മുഖം തന്നെയായിരുന്നു അദ്ദേഹം. എറണാകുളത്തിന്റെ ഒരു പിന്നെ സാമൂഹ്യ ശാസ്ത്രം അങ്ങനെയാണല്ലോ. അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എറണാകുളത്തുണ്ട്. അപ്പോൾ അവരോടെല്ലാം നല്ല ബന്ധം പുലർത്താൻ, മുസ്ലിങ്ങളായിട്ട്, ക്രൈസ്തവ സമൂഹമായിട്ട്, അതുപോലെ തന്നെ മറ്റ് ഹൈന്ദവ ആചാര്യന്മാരുമായിട്ട് അവരോടൊക്കെ തന്നെ നല്ല ബന്ധം പുലർത്താൻ മുസ്ലിം ലീഗിന്റെ തന്നെ അതിലേക്കൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് എന്നുള്ളത്. മുസ്ലിം ലീഗിന്റെ മതേതരത്വത്തിലെ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന്റെ വിയോഗം അതിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വലിയ നഷ്ടബോധം ഉണ്ടാക്കുന്നു. എറണാകുളത്തൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ആ സ്നേഹമിശ്രണമായ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ ആ സ്വീകരണവും അതൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും സർവശക്തന്റെ ആ ഒരു പാപമോക്ഷം അദ്ദേഹത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് പലപ്പോഴും പറയാറുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ്, എൻ്റെ ബാപ്പുള്ള കാലത്ത് PMC ബുക്കെഴുത്തങ്ങളുള്ള കാലം തൊട്ട് തന്നെ തുടങ്ങിയിട്ടുള്ള ബന്ധമാണ്. ബാപ്പയോട് അന്ന് അദ്ദേഹം ചെറുതായിരിക്കും,